Okay, now we are going to do V by F control of induction motor. Okay, voltage frequency control by using variable frequency drive. Okay, so frequency change ചെയ്ത് എങ്ങനെ ഒരു 3-phase induction motorനെ നമ്മൾ speed vary ചെയ്യുന്നതാണ് നോക്കുന്നത്. Speed control by using variable frequency drive. So this is a variable frequency drive. Okay, so it acts as a starter പോലെയാണ്. നമ്മൾ DOI സ്റ്റാർട്ടർ വെച്ച് മോട്ടർ സ്റ്റാർട്ട് ചെയ്യും, ബട്ട് യു ഹാവ് ടു സ്വിച്ച് ഓൺ ദ സ്റ്റാർട്ട് ബട്ടൺ ഓൺ ദിസ് ഓൾസോ. ഓക്കെ, V by F കൺട്രോളിൽ ഈ സ്റ്റാർട്ട് ബട്ടണോട് ഓൺ ചെയ്ത് യു ക്യാൻ വേരി ദ ഫ്രീക്വൻസി ബൈ യൂസിങ് ദിസ് നോബ്. ഓക്കെ, ഈ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് മിനിമം ടു മാക്സിമം. അതായത് ഒരു 0-20 അങ്ങനെ നമ്മൾ മാക്സിമം 50 അല്ലേ നമ്മുടെ നോർമൽ ഫ്രീക്വൻസി, അവിടെ വരെ നമുക്കിങ്ങനെ വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ യൂസിങ് ദിസ് നോബ്. ആൻഡ് ബൈ യൂസിങ് ദീസ് ടു നോബ്സ് വി ക്യാൻ ചേഞ്ച് the display as current or frequency. Current or frequency ഇതിങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടും ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ബട്ട് വി കനോട്ട് get the voltage from this, so you are using a voltmeter also to measure the voltage. Okay, so നമ്മളിനി എങ്ങനെയാണ് കണക്ഷൻ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. So this is variable frequency drive. ഫ്രീക്വൻസി സപ്ലൈ ഫ്രീക്വൻസി വേരി ചെയ്ത് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പോകും. ഒരു 3-phase സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൽ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ റോട്ടർ ഇസ് എ ഷോർട്ട് സർക്യൂട്ടഡ് സർക്യൂട്ട്. സോ ഷോർട്ട് സർക്യൂട്ടഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റോട്ടർ സർക്യൂട്ടിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ട് നമുക്ക് അവിടെ സ്പീഡ് വേരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വോൾട്ടേജ് കൺട്രോൾ അല്ലെങ്കിൽ ഫ്രീക്വൻസി കൺട്രോളാണ്. അപ്പോൾ സ്റ്റേറ്റർ സൈഡിൽ നിന്ന് വരുന്ന സപ്ലൈ ഫ്രീക്വൻസി വേരി ചെയ്തിട്ടാണ് നമ്മൾ സ്പീഡ് വേരി ചെയ്യും. സോ here you can see നമ്മുടെ കണക്ഷൻ ഇവിടെ ഇതിൽ പോലെ ഞാൻ കാണിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വേണം സ്ക്വിറൽ കേജ് ഇറ്റ് ഇസ് എ റോട്ടർ സർക്യൂട്ട് ഇസ് എ ഡെൽറ്റ കണക്റ്റഡ് വൺ. യു ഹാവ് ടു കണക്ട് ഇറ്റ് ലൈക്ക് ദിസ്. ഒരു 3 വൈൻഡിങ്സ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. നമ്മളതിനെ 3 പോയിന്റ്സും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുത്ത് റോട്ടർ സർക്യൂട്ട് ഷോർട്ട് ചെയ്യണം. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് 3 വൈൻഡിങ്സ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 സൈഡ് നിങ്ങൾ ഷോർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഒരു വയർ യൂസ് ചെയ്ത് ഇത്രയും കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, റോട്ടർ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ യു ഹാവ് ടു കണക്ട് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്. സോ ഈ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിന് 6 വയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് U1 U2 ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്ന് വരുന്ന ഫസ്റ്റ് 3 വയേഴ്സ് U V W എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. U1 V1 W1. ഈ പോയിന്റ്സിന് ഈ 3 പോയിന്റിൽ നിന്ന് വരുന്ന വയേഴ്സിന് സപ്ലൈയുടെ സൈഡിലോട്ട് കണക്ട് ചെയ്യുക. അതായത് നമ്മുടെ DOL സ്റ്റാർട്ടറിൻ്റെ ഔട്ട് ഈ പോയിന്റ്സിൽ കണക്ട് ചെയ്യുക. അതായത് 3 പോയിന്റ്സ് ടു ഇൻപുട്ട് ആൻഡ് 3 പോയിന്റ്സ് ടു മോട്ടോറിന്. ഇനി മോട്ടോറിലോട്ട് കണക്ട്, ബാക്കി 3 പോയിന്റ്സ് ഈ മോട്ടോർ പോയിന്റ്സിലോട്ട്. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെയാണ് നമുക്ക് സപ്ലൈ വരുന്നത്, 3-phase സപ്ലൈ വരുന്നത്. DOL സ്റ്റാർട്ടറിന് വരുന്ന സപ്ലൈയിൽ നിന്ന് നമ്മൾ V by F VFD വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിലോട്ട് ഇൻപുട്ട് സൈഡ് കണക്ട് ചെയ്തു. അതിൻ്റെ ഔട്ടർ പോയിന്റ്സ് 3 വയേഴ്സ് ഉണ്ട്. ഈ 3 വയേഴ്സ് കണക്ട് ചെയ്യേണ്ടത് മോട്ടറിലോട്ടാണ്. അപ്പോൾ ഇവിടെ വൈൻഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു സീക്വൻസ് എടുക്കണം. ഐദർ യു ഹാവ് ടു കണക്ട് U1 ഒരു പോയിന്റ് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക, നെക്സ്റ്റ് പോയിന്റ് ടു V1 ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ടു W1. ഇനി അതാ U2 ആണ് എടുക്കുന്നതെങ്കിൽ V2 W2 അങ്ങനെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വയർ എടുത്തിട്ട് നേരെ U1ലോട്ട് കണക്ട് ചെയ്യുക. Okay, then the second wire you should connect it to V2 and the third wire V1 and the third wire should be connected to W1. Okay, ഇങ്ങനെ ചെയ്യാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടല്ലോ U2 V2 W2 എന്ന് പറഞ്ഞിട്ട് 3 പോയിന്റ്സ്, അതായത് ഇതിൻ്റെ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിൻ്റെ ഔട്ടർ പോയിന്റ്സ്. ഫസ്റ്റ് വൺ ഇൻപുട്ട് സൈഡിലോട്ട് 3 3-phase സപ്ലൈ ആയതുകൊണ്ട് 3 ഫേസിലോട്ട് കണക്ട് ചെയ്തു. അടുത്ത 3 നമ്മുടെ റോട്ടറിൻ്റെ ഓരോ ഫേസിലോട്ട് കണക്ട് ചെയ്യുക. അതായത് നിങ്ങൾക്കാണെങ്കിൽ റെഡ് വയർ വിച്ച് ഇസ് കണക്റ്റഡ് ടു റെഡ് U1ലോട്ട്. ദെൻ ദ നെക്സ്റ്റ് വൺ യെല്ലോ ഇസ് കണക്റ്റഡ് ടു ദിസ് V1. ദെൻ ദ ബ്ലാക്ക് വയർ ദ ലാസ്റ്റ് W2 ഇസ് കണക്റ്റഡ് ടു W1. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കണക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാൻ യു ഹാവ് ടു കണക്ട് ദ വോൾട്ട്മീറ്റർ അക്രോസ് എനി 2 phases. അപ്പോൾ ഇവിടെ
ആർ ഫേസ്, വൈ ഫേസ്, ബി ഫേസ്, 3 ഫേസ് ഉണ്ട്. ഇതിലേതെങ്കിലും 2 ആറിനും വൈക്കും ക്രോസ്. അപ്പോൾ ഇതേ പോയിന്റിൽ തന്നെ കൊണ്ടുപോയി നമ്മൾ ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക വോൾട്ട് മീറ്ററിന്. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു പോയിന്റ് ഇങ്ങനെ എടുത്ത് ഒരു ആർ ഫേസിലോട്ട്, അടുത്ത പോയിന്റ് എടുത്ത് വൈ ഫേസിലോട്ട് കണക്ട് ചെയ്ത്. അതാണ് ഇവിടെ ചെയ്ത്. ഓക്കെ, ഒരെണ്ണം ആറിലോട്ടും ഒരെണ്ണം യെല്ലോ ഫേസിലോട്ടും കണക്ട് ചെയ്ത് കൊടുത്തിട്ട്. ഓക്കെ, അപ്പോൾ വോൾട്ട് മീറ്റർ ഇസ് കണക്റ്റഡ് അക്കോസ് ആർ ആൻഡ് വൈ ഫേസ് ആൻഡ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിൻ്റെ ഇൻപുട്ട് സൈഡ് ഈ 3 വയേഴ്സും റെഡ്, യെല്ലോ, ബ്ലൂയിലോട്ടായിട്ട് ഈ 3 പോയിന്റ്സ് കണക്ട് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് 3 പോയിന്റ്സ് നമ്മൾ DOL സ്റ്റാർട്ടറിൻ്റെ ഈ 3 പോയിന്റിലായിട്ട് കണക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ഈ 3 പോയിന്റ്സ് ഔട്ടർ പോയിന്റ്സ് എടുത്ത് നമ്മൾ നേരെ റോട്ടർ സർക്യൂട്ടിൻ്റെ 3 പോയിന്റ്സിലായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അത്രയാണ് കണക്ഷൻ. കണക്ഷൻ സിമ്പിളാണ്. ഫസ്റ്റ് സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ സപ്ലൈ DOL സ്റ്റാർട്ടറിലോട്ട് എത്തണം. റെഡ് ടു റെഡ് കണക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഫസ്റ്റ് ഈ റെഡിൽ നിന്ന് ഈ റെഡിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. ദെൻ യെല്ലോ ടു യെല്ലോ കണക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ബ്ലൂ ടു ബ്ലൂ, ഈ ബ്ലൂയിലോട്ട്, അതായത് ആർ ഫേസിൽ നിന്ന് DOLൻ്റെ ഇൻപുട്ടിലോട്ട് വൈ ഫേസ് ടു വൈ ഫേസ്, യെല്ലോ ടു യെല്ലോ, അങ്ങനെ 3 വയർ കണക്ട് ചെയ്തു. ദെൻ സപ്ലൈ നൗ റീച്ച്ഡ് ടു DOL സ്റ്റാർട്ടർ. ദെൻ DOL നിന്ന് ഡയറക്റ്റ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിലോട്ട്, ദെൻ ഫ്രം വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ടു റോട്ടർ സർക്യൂട്ട്. റോട്ടർ നമ്മൾ 3 വയർ വെച്ച് ഷോർട്ട് ചെയ്യും. Then to measure voltage you have connected voltmeter across red and yellow phase. So ഇത്രയാണ് കണക്ഷൻ. സപ്ലൈ നേരെ 3 ഫേസ് എടുത്ത് DOL സ്റ്റാർട്ടറിലോട്ട് കൊടുക്കുക. DOL സ്റ്റാർട്ടറിൻ്റെ നെക്സ്റ്റ് ഔട്ട്പുട്ട് എടുത്തിട്ട് നേരെ VFD വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിൻ്റെ ഇൻപുട്ട് കണക്ട് ചെയ്യുക. അതിൻ്റെ ഔട്ട് 3 വയേഴ്സ് എടുത്തിട്ട് റോട്ടറിൽ കണക്ട് ചെയ്യുക. വോൾട്ടേജ് മെഷർ ചെയ്യാൻ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓൺ ചെയ്യുമ്പോൾ ഈ സപ്ലൈ ഓൺ ചെയ്യുക, DOL സ്റ്റാർട്ടർ സ്റ്റാർട്ട് ചെയ്യുക, ദെൻ VFDയുടെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീക്വൻസി ഒരു മിനിമം ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് VFDയിൽ നിന്ന് തന്നെ കിട്ടും. വോൾട്ടേജ് ഇതിൽ നിന്ന് മെഷർ ചെയ്യുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് ടാക്കോമീറ്റർ വെച്ച് മെഷർ ചെയ്യുക. ഓക്കെ, ദെൻ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. കറസ്പോണ്ടിങ് വോൾട്ടേജ്, കറണ്ട് ആൻഡ് സ്പീഡ് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് റീഡിങ് എടുക്കേണ്ടത്. സോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് വോൾട്ടേജ്, ഫ്രീക്വൻസി, കറണ്ട് ആൻഡ് സ്പീഡ്. ഓക്കെ, ഇത്ര മെഷർ ചെയ്യണം. നമ്മളൊരു കോളം ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. വോൾട്ടേജ്, ഫ്രീക്വൻസി, കറണ്ട്, സ്പീഡ് ആൻഡ് V/F റേഷ്യോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു ഫ്രീക്വൻസി ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. 20, 25, 30, 35 അപ് ടു 50 വരെ, റേറ്റഡ് ഫ്രീക്വൻസി വരെയുള്ള ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുമ്പോഴുള്ള കറസ്പോണ്ടിങ് കറണ്ട്, വോൾട്ടേജ്, സ്പീഡ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ റീഡിങ് എടുക്കാം. ഫസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യാം. ദെൻ സ്റ്റാർട്ട്. നൗ rotor is not started, just your VFD switch on. Okay, then start your just VFDയുടെ സ്റ്റാർട്ട് ബട്ടൺ ഓൺ ചെയ്യുമ്പോഴാണ് റോട്ടർ വർക്ക് ചെയ്യുക. ഓക്കെ, നൗ യുവർ മോട്ടോർ സ്റ്റാർട്ടഡ് റൺ. ഓക്കെ, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഓൺ ചെയ്തു, നമ്മുടെ മോട്ടോർ സ്റ്റാർട്ട് ചെയ്തു. നൗ നിങ്ങൾക്ക് ഇതിൽ കാണാം what will be your frequency. It is only 7.7. അതാണ് വളരെ ലോ ആയിട്ട് കറങ്ങുന്നത്. So your speed is very less. You can increase the frequency. ജസ്റ്റ് ഒരു 10 Hz സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഓക്കെ, ഒരു 10 Hz കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡിങ്സ് ഒക്കെ എഴുതാം നമ്മൾ. ഓക്കെ, so first you mark your frequency is 10. Frequency 10 ആയിരിക്കുമ്പോൾ വോൾട്ടേജ് നോക്കിയോ, it is below 100. You cannot get the correct value, just mark it as 80.
80 വോൾട്ട് എന്ന് നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, അത് നമുക്ക് കറക്റ്റ് കിട്ടില്ല. 20 ഹെർട്സ് തൊട്ടൊക്കെ നമുക്ക് കറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റും. ആൻഡ് യു ക്യാൻ മെഷർ ദ കറണ്ട് ഫ്രം ദിസ് ഇറ്റ്സെൽഫ്. നമ്മൾ ജസ്റ്റ് ഇത് ചേഞ്ച് ചെയ്യാം. Now you can get the current as 3.8 amperes. So 3.8. Current is 3.8. Now you have to note down the speed also. It's only very low speed. You can see. Sorry, it's reading. Only 301, 302 something. Okay. 302. 302. Okay. RPM. So you will get 302 RPM. Now you just increase your frequency on variable frequency drive. You can see your frequency as 20. Okay. So your frequency is now 20. Set it as 20. Okay, just set 20 hertz. Corresponding ആയിട്ടുള്ള current എന്താണെന്ന് വെച്ചാൽ that is 3.6. Okay, so 20 hertz 20 hertz frequency ക്ക് 3.6 current and also your voltage is 170. So your voltage is 170 and you have to measure the speed. Speed എപ്പോഴും ലാസ്റ്റ് മെഷർ ചെയ്യാൻ നല്ലത്, കാരണം സ്പീഡ് ഇൻക്രീസ് ചെയ്തൊന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം സ്പീഡ് മെഷർ ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 3-phase ഇൻഡക്ഷൻ്റെ ലോഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തില്ല. ഈ റെഡ് സ്വിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക, ഈ ലൈറ്റ് ഡ്രമ്മിലോട്ട് ഫോക്കസ് ചെയ്ത് കൊടുക്കുക. Now you can see 600 RPM. ഒന്നുകൂടെ റീസെറ്റ് ചെയ്യാം. 601 RPM. 601 RPM. Now change it to 30. ഇവിടെ കറണ്ടാണ് ഇപ്പോൾ കാണുന്നത്. ജസ്റ്റ് ഫ്രീക്വൻസി ഹേർട്സ് ആയിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഈ നോബ് യൂസ് ചെയ്ത് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. ഒരു 25 എന്നുള്ള റീഡിങ് എടുക്കുന്നതാണ്. 25 എടുക്കാം. 25 ഹോഴ്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് 3.5. 25 hertz frequency and 3.5 your current and voltage is 210 volt. Voltage is 210 volt and now you have to measure the speed. another 815.8 once again ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. $749. Okay.
749 RPM. Okay. Now change it to 30 Hz. അപ്പോൾ നമ്മൾ 25 Hz ആണ് സെറ്റ് ചെയ്തത്. ഓക്കെ, 25 Hz ആണ് സെറ്റ് ചെയ്തത്. ഇനി ആ 25 Hz ഒന്ന് ചേഞ്ച് ചെയ്ത് 30 ആക്കാം. ജസ്റ്റ് ഇൻക്രീസ് യുവർ ഫ്രീക്വൻസി ടു 30. ഓക്കെ, ഒരു 30 Hz സെറ്റ് ചെയ്തു. 30 Hzന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് 3.5 ആംപിയർ തന്നെയാണ്. So mark your Hertz as 30 Hz, 3.5 ampere current, and your voltage is 250. Okay, voltage is 250 volts. Now note down your speed. Just the frequency increase ചെയ്യുക, then corresponding ആയിട്ടുള്ള readings എടുക്കുക. 900 RPM. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്പീഡ് വേരിയേഷൻ ഫ്രം 300. നമ്മുടെ റേറ്റഡ് സ്പീഡ് എന്ന് പറയുന്നത് 1500 ആണ്. ആ റേറ്റഡ് സ്പീഡ് 1500 എന്നുള്ളതിൻ്റെ വേരിയേഷൻ വരുന്നത് ഫ്രം 300 to ആണ് വരുന്നത്. അപ്പോൾ അത്രയും സ്പീഡ് വേരിയേഷൻ പോസിബിൾ ആണ്. ഓക്കെ, നമ്മൾ ഫ്രീക്വൻസി 30 ആണ്, ഇനി 35 സെറ്റ് ചെയ്യും. Okay, 35, frequency 35 35, then 40, then 50 എടുത്താൽ മതി കേട്ടോ. ഇത്രയാണ് 35 എന്നുള്ള കറണ്ട് എന്താണ്, വോൾട്ടേജ് എന്താണെന്ന് നോക്കാം. 35 നിന്നുള്ള കറണ്ട് 3.4 ആംപിയർ ആണ് വരുന്നത്. വോൾട്ടേജ് 290. So your voltage is 290 for 35, then 3.4 is your current, then your speed is, now speed is increased. 1052. Your speed is 1052. Okay, so your reading is 290, 35, 34, 3.4 and speed is 1052. Now 40 set ചെയ്യാം. 35 ഉള്ളത് ഇനി നമ്മൾ 40 ആക്കും. ഫ്രീക്വൻസി ചേഞ്ച് ടു 40. ഓക്കെ, ഈ 40ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് 3.4 ആംപിയർ തന്നെയാണ്. 40ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട് 3.4. കറസ്പോണ്ടിങ് വോൾട്ടേജ് നോക്കാം. നമ്മുടെ റേറ്റഡ് വോൾട്ടേജിലോട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. 325. 125. ഓക്കെ, 40ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട്. ദെൻ സ്പീഡ് നോക്കണം. ദെൻ നോട്ട് ഡൗൺ യുവർ സ്പീഡ്. 1203. 1203. ഓക്കെ, 1203. ഇനി 50 ഹെർട്സിനുള്ള നോക്കാം. ഓക്കെ, ലാസ്റ്റ് റീഡിങ് 50 ഹെർട്സിന് സെറ്റ് ചെയ്ത് okay, now you have set it as 50 Hz. Corresponding current 3.4 ampere തന്നെയാണ്. And voltage you can see it is almost reached to 400. Okay,
400 വോൾട്ട് എത്തി. റേറ്റഡ് വോൾട്ടേജ് 415 ഒക്കെയാണ്. ഓൾമോസ്റ്റ് 410 എത്തിയിട്ടില്ല. അപ്പോൾ 400 തന്നെ എഴുതാം. 450 ഹേർട്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്തത്. ആൻഡ് കറണ്ട് അഗെയിൻ 3.4. നോട്ട് ഡൗൺ ദ സ്പീഡ്. നമ്മുടെ റേറ്റഡ് സ്പീഡ് 1500 ആണ് സിൻക്രോണസ് സ്പീഡ് വരുന്നത്. അപ്പോൾ റോട്ടർ സ്പീഡ് നോർമൽ ഫ്രീക്വൻസിയിൽ എത്ര വരും നോക്കാം. 1495. നമ്മൾ ലോഡൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. $149.8 ആണ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. ഓക്കെ, 1498. ഓൾമോസ്റ്റ് ഇക്വലന്റ് ടു അവർ സിൻക്രോണസ് സ്പീഡ് എത്തി. ഓക്കെ, സോ നിങ്ങളുടെ റീഡിങ് എങ്ങനെയാണ് വരിക? 1498. ഓക്കെ, ഇത്രയാണ് റീഡിങ്സ് വരിക. സോ നോട്ട് ഡൗൺ ഓൾ ദ readings and just calculate your V/F ratio, then draw the graph as per the frequency versus speed graph. Okay, so നിങ്ങൾ കണ്ടു ഫ്രീക്വൻസി വേരി ചെയ്യുന്നതിനനുസരിച്ച് സ്പീഡും വേരി ചെയ്യുന്നു. ജസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, ദെൻ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇത്രയാണ് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാനുള്ളത്. അതിൽ റെഡ് സ്വിച്ച് പ്രസ് ചെയ്യുക, ദെൻ സപ്ലൈ ഓഫ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് വേരിയബിൾ ഫ്രീക്വൻസി. അതായത് ഫ്രീക്വൻസി കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ വോൾട്ടേജ് വേരി ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് കൺട്രോളും പോസിബിൾ ആണ്.